കൂട്ടുകാരെ, നമുക്കിന്നൊരു മല്ലിക്കാപ്പി തയ്യാറാക്കാം. അതിന് വേണ്ടി കാപ്പിക്ക് ഈ മല്ലി വേറെ 3-4 സാധനം കൂടെ ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മല്ലിക്കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മല്ലിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് 50 ഗ്രാമാണ്. അതായത് നമ്മുടെ ഈ കപ്പിന് 1 കപ്പ് എന്ന് പറഞ്ഞാൽ അത് 50 ഗ്രാമാണ് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് ഇവിടെ കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളക് 20 ഗ്രാം, 2 സ്പൂണ് ഞാൻ മെഷർ ചെയ്തപ്പോൾ 20 ഗ്രാമാണെന്നുള്ളത്. പിന്നെ ചുക്കാണ് ഇത് ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റാണിത്. ചുക്കും 50 ഗ്രാം തന്നെ, മല്ലിയുടെ അതേ അളവ്. ഏലയ്ക്ക ഒരു 8-10 പിന്നെ അല്പം മഞ്ഞളുണ്ടെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ മഞ്ഞൾ പൊടി ചേർത്താലും മതി. മഞ്ഞളുടെ ഉണങ്ങിയ പീസ് ഉണ്ടെങ്കിൽ അത് നല്ലത്. ഇല്ലെങ്കിൽ മഞ്ഞൾ ഞാനിപ്പോൾ ഇവിടെ പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചുക്കൊന്ന് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്കിത് വറുക്കുമ്പോൾ അതിന് ഉള്ളൊക്കെ ഒന്ന് ശരി ആവില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് പൊട്ടിച്ചെടുത്ത ശേഷം നമുക്ക് ഇനി ഓരോ സാധനങ്ങളും ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം മല്ലി ഇട്ട് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം വറുക്കാനായിട്ട്. ഇത് ഒത്തിരി അങ്ങോട്ട് ഒന്നും കളറൊന്നും മാറണ്ട. പക്ഷേ നമുക്ക് കൈകൊണ്ടിങ്ങനെ പൊടിച്ച് ഒരെണ്ണം എടുത്തിട്ട് കൈകൊണ്ട് പൊടിച്ചാലത് പൊടിയുന്ന പരുവമായിരിക്കും. ഇതാണ് മഞ്ഞളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാണ്ട് ഈ പരുവത്തിലാണ് നമുക്ക് മല്ലി വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് അധികം നേരം വെച്ചുകൊണ്ടിരിക്കേണ്ട. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ മല്ലിക്കാപ്പിക്ക് ധാരാളം ഗുണങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ചുമയ്ക്കും, അതുപോലെ തന്നെ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നത്തിനൊക്കെ ഇത് വളരെ നല്ലതാണ്. പിന്നെ ചുക്ക് നമ്മൾ പൊട്ടിച്ചെടുത്തല്ലോ, അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വയറുവേദനയ്ക്കൊക്കെ ഇത് നല്ലതാണ്. ഈ കാപ്പി നമ്മൾ ചായയും കാപ്പിയും ഒക്കെ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പക്ഷെ നമ്മൾ ശീലിച്ചാൽ അത് മാറണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഞാനത് പൊടിയിട്ടു. ആ പൊടി ആദ്യം ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്നുണ്ടോ, ലാസ്റ്റ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വറുക്കാനുള്ള കുരുമുളകും ഏലക്കയുമാണ്. കുരുമുളക് ഇട്ട് കൊടുത്തു. ഏലക്കയും അതുപോലെ തന്നെ പറഞ്ഞല്ലോ ചെറിയ രീതിയിൽ വേണം വറുക്കാനായിട്ട്. ഇതിൻ്റെ ഒരു കുരുമുളക് പതുക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങും. അതുപോലെ തന്നെ ആ ഏലക്ക ഇങ്ങനെ പതുക്കെ ഒന്ന് വീർത്ത് വരും കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ പരുവം. കരിഞ്ഞു പോകാതെ അടുപ്പിൽ നിന്ന് നമുക്ക് ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ വറുത്ത് കഴിഞ്ഞു. ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല ഇതിന്. അപ്പോൾ നമുക്ക് ചൂടാറിയ ശേഷം മിക്സി ജാറിലേക്ക്, പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടോടെ ഇടരുത്. എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയിൽ നിന്ന് അത് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടല്ലോ, നമുക്ക് ഇത് പാല് ചേർത്ത് ഈ കാപ്പി ഉണ്ടാക്കാം. അതുപോലെ പാല് ചേർക്കാതെയും കുടിക്കുക. എങ്ങനെയായാലും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഹെൽത്തിയാണ്. ഇത് ഗ്യാസ് ട്രബിളൊക്കെ ഉള്ളവർക്ക് ഒത്തിരി നല്ലതാണ് ഈ കാപ്പി ഉണ്ടാക്കി കുടിക്കുന്നത്. ജലദോഷമുള്ളവർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ തൊണ്ടയ്ക്കൊക്കെ ഒരു സുഖം കിട്ടും. അപ്പോൾ അതാ നമ്മുടെ ഇതാ പൊടിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. നല്ല ഒരു സ്മെല്ലുണ്ട് കേട്ടോ. നല്ല ഏലക്കയുടെയൊക്കെ ഒരു നല്ല സ്മെല്ല്. മല്ലി വറുത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് നല്ലൊരു സ്മെല്ലാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് നല്ല മഞ്ഞൾപ്പൊടി ആയിരിക്കണം കേട്ടോ. അതായത് നമ്മൾ പൊടിച്ച് എടുത്ത മഞ്ഞൾപ്പൊടി ആയിരിക്കണം. അപ്പോൾ അത് ഒരു സ്പൂൺ, ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണേ ചേർക്കുന്നുള്ളൂ. കാരണം ഇത്രയല്ലേ ഉള്ളൂ. നമുക്ക് ആകെ 50 ഗ്രാം മല്ലി എടുത്തിട്ടുള്ളൂ. കൂടുതൽ പൊടിച്ച് വെച്ചാലും അത്ര നല്ലതല്ല. എപ്പോഴും നമ്മൾ കുറച്ച് വീതം പൊടിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് 1 മാസം വരെ പുറത്ത് വയ്ക്കും, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾ ചേർത്ത ശേഷം സ്പൂൺ കൊണ്ട് ഇളക്കി മിക്സ് ചെയ്താലും മതി. നമ്മുടെ കാപ്പിപ്പൊടി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മാറ്റിയിട്ട് ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറിയ ശേഷം വേണം നമ്മളൊരു ഗ്ലാസ് ഭരണിയിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ചുക്കും മല്ലിയും ഏലക്ക എല്ലാം കൂടെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അതുകൊണ്ടോ ഈ 1 സ്പൂൺ നമുക്ക് 2 ഗ്ലാസ് കാപ്പിക്കൊക്കെ ഈ 1 സ്പൂൺ ചേർക്കണം. അപ്പോൾ നമുക്കിത് നല്ല ഉണങ്ങി വെച്ചിരുന്ന നല്ലൊരു
ഗ്ലാസ് ഭരണിയാണ്, അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് വയ്ക്കാം. ഇനി നമുക്കിതുകൊണ്ട് കാപ്പി ഉണ്ടാക്കിയത് കൂടെ എങ്ങനെയാണെന്നും കൂടെ നമുക്കൊന്ന് കാണിക്കാം. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്തത്. നേരത്തെയൊക്കെ ഇതിനകത്ത് ചെറിയ ജീരകം കൂടി ചേർക്കുമായിരുന്നു, അതും ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിലിപ്പം ചെറിയ ജീരകം ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം, ഒരു 2.5 കപ്പ് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് ചായക്കപ്പിന്. എന്നിട്ട് തിളയ്ക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. പിന്നെ ഇതിനകത്ത് നമ്മൾ മധുരത്തിനായി ചേർക്കേണ്ടത് എപ്പോഴും കരിപ്പെട്ടി ആയിരിക്കും നല്ലത്. ശർക്കര ആയാലും കുഴപ്പമില്ല, കരിപ്പെട്ടിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു കരിപ്പെട്ടി ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പൊട്ടിച്ച് ഒരു പാത്രത്തിലിട്ട് പൊടിച്ച് വെച്ചാലും മതി. ചെറിയ പീസായിട്ട് പൊട്ടിച്ച് ഭരണിയിലിട്ടാൽ മതി. ഞാനിപ്പോൾ കുറച്ച് ഭാഗം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊരല്പം, നമുക്ക് ഏകദേശം അറിയാമല്ലോ, 2.5 ഗ്ലാസ് വെള്ളമുള്ളൂ. അപ്പോൾ ഈ ഒരു പീസ് ഏകദേശം മതിയാവും. വേണമെങ്കിൽ ഒരു ചെറിയ പീസും കൂടെ ഇട്ട് കൊടുക്കാം. അവനവൻ്റെ മധുരത്തിനനുസരിച്ച് കരിപ്പെട്ടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാപ്പിപ്പൊടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ ഒരു 1.5 സ്പൂൺ ഇടുവാണ് കേട്ടോ. വലിയ സ്പൂണാണെങ്കിൽ 1 സ്പൂൺ നിറച്ചിട്ടാൽ മതി. അപ്പോൾ നല്ലതുപോലെ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തിളച്ചോട്ടെ. നന്നായിട്ട് തിളച്ച് അതിൻ്റെ ഇതൊക്കെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിനകത്ത് ഇറങ്ങണം. കണ്ടോ, കാപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കപ്പിലേക്ക് കുറച്ച് മാറ്റിയിട്ട് ഒരു 1/2 ഗ്ലാസ് ഞാൻ ഇവിടെ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. പാലും കൂടെ ചേർത്തെടുക്കാൻ വേണ്ടിയാണ്, 2 തരത്തിലും ചെയ്ത് കാണിക്കാനാണ്. ഈ പാല് ചേർത്ത് കുടിക്കാനും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് തിളപ്പിച്ച പാലായിരുന്നു, അത് ഞാനത് ഒന്ന് നന്നായിട്ട് ചൂടാകുന്നവരെ കണ്ടോ. കാപ്പി കണ്ടാൽ തന്നെ നല്ലൊരു കളറൊക്കെ ഉണ്ട് കാപ്പിക്ക്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മല്ലിക്കാപ്പി ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അത് കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. കണ്ടോ, 2 തരത്തിലും കട്ടനും എടുത്തിട്ടുണ്ട്, പാല് ചേർത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നാച്ചുറോപ്പതിയിലൊക്കെ പോയാൽ കാപ്പി ചായ ഒന്നും കുടിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ കുടിച്ചുകൊണ്ടിരുന്ന ശീലം പെട്ടെന്ന് മാറ്റാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മല്ലിക്കാപ്പി ആക്കിയതാണ്. ഞാൻ നേരത്തെ മല്ലിക്കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കുടിച്ച് നോക്കുവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് അറിയാമല്ലോ, നമ്മുടെ തൊണ്ടയ്ക്കും ഒരു നല്ല സുഖം കിട്ടും. നമ്മുടെ തൊണ്ടയ്ക്ക് കിച്ചൊക്കെ ഉള്ളവർക്ക് ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ രാവിലെ നമ്മുടെ ദഹനത്തിനും എല്ലാത്തിനും ഇത് നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ് ചെയ്യുമ്പോൾ ബെല്ലേക്കിനെ എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.